പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ വെള്ളത്തിൻ്റെ കുറിച്ച്, വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കൂടുതൽ കുടിക്കുന്നതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല, നമുക്കത് യൂറിൻ ആയിട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ കിഡ്നി അസുഖമുള്ളവർ, കിഡ്നി ഫെയിലിയർ ഉള്ളവർ, അവർ വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കണം. കാരണം വെൽക്കം ടു ഹൈ ഡോക്ടർ. ഞാൻ ഡോക്ടർ സുനിൽ ജോർജ്, കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കാലിക്കറ്റ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കിഡ്നീസിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ 2 കിഡ്നീസ് ഉണ്ട്. അത് നമ്മുടെ പുറകിൽ നട്ടലിൻ്റെ ഇരുവശത്തുള്ള 2 പയറുമണിയുടെ ആകൃതിയിലുള്ള 2 അവയവങ്ങളാണ്. ശരാശരി ഒരു കിഡ്നിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 150 മില്ലിഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും അതിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററും വീതി 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ കിഡ്നിക്കകത്തുള്ള ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്, ഓരോ ചെറിയ അരിപ്പകൾ അല്ല ഫിൽറ്റേഴ്സ്. അതിനാണ് നമ്മൾ നെഫ്രോൺ എന്ന് പറയുന്നത്. ആ പദത്തിൽ നിന്നാണ് നെഫ്രോളജിസ്റ്റും നെഫ്രൈറ്റിസും ഇങ്ങനെ പല രോഗങ്ങളുടെ പേര് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, നമ്മുടെ കിഡ്നിയുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാലിന്യങ്ങൾ, അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന മരുന്ന്, അതുപോലെ വേണ്ടാത്ത എല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കിഡ്നിയുടെ പ്രധാന ജോലി. വേറെ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് കർമ്മങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഉപ്പിൻ്റെ അംശങ്ങൾ, സോഡിയം, പൊട്ടാസ്യം, വെള്ളത്തിൻ്റെ അംശങ്ങൾ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. പിന്നെ അതിൻ്റെ പുറമെ ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തി ബോൺസിന് വേണ്ടിയുള്ള വൈറ്റമിൻ ഡിയുടെ ഫൈനൽ ആക്ടിവേഷൻ നമ്മുടെ കിഡ്നിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കിഡ്നി രോഗം വരുമ്പോൾ നമുക്ക് അഴുക്കിൻ്റെ അളവ് കൂടാ, ഈ പറയുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് കൂടാ. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ സോഡിയം, പൊട്ടാസ്യം, വെള്ളത്തിൻ്റെ അംശം, അതിൻ്റെ ഒരു അപാകതകൾ വരുമ്പോൾ നമുക്ക് നീര് വരാം, ശ്വാസം മുട്ടൽ വരാം, ഹാർട്ടിൻ്റെ അടിപ്പിനെ ബാധിക്കാം, രക്തക്കുറവ് വരാം കിഡ്നി രോഗമുള്ളവർക്ക്. അപ്പോൾ അവർക്ക് അനീമിയ വരുന്നു, അവർക്ക് കിതപ്പ് വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു. ട്രിവിയൽ ഇഞ്ചുറി, ചെറിയൊരു ഒരു തെന്നലും കൊണ്ട് നമുക്ക് എല്ലിന് ഫ്രാക്ചർ വരാം. കാരണം അത് ഈ എല്ലാം കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം. കിഡ്നി രോഗം ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ഒരാൾക്ക് നിർണ്ണയിക്കാൻ പറ്റും? നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒരാളുടെ കിഡ്നിയുടെ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ഒരു വളരെ സിമ്പിൾ യൂറിൻ ടെസ്റ്റ്. അതിനകത്ത് വല്ല ബ്ലഡിൻ്റെ അംശമോ, പ്രോട്ടീൻ്റെ അംശമോ, പഴുപ്പിൻ്റെ അംശമോ, കല്ലിൻ്റെ അംശമാണ് നമുക്കറിയാൻ പറ്റും. പിന്നെ ബ്ലഡിൻ്റെ അകത്ത് അഴുക്കിൻ്റെ അളവ്, യൂറിയ, ക്രിയാറ്റിൻ, അതേപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, സോഡിയം, പൊട്ടാസ്യം, ഈ പറഞ്ഞ ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കിഡ്നി ഫങ്ഷൻസിനെ കുറിച്ചോ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചോ അറിയാൻ പറ്റും. പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, നമ്മുടെ കിഡ്നിയുടെ സ്കാൻ എടുത്താൽ നമുക്ക് കിഡ്നിയുടെ വലുപ്പം അറിയാൻ പറ്റും, നമുക്ക് കിഡ്നിക്ക് വല്ല ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും, കല്ലുണ്ടോയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് നമ്മുടെ കിഡ്നിക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്, ഹൈ ഡോക്ടർ ഈ വ്യൂവേഴ്സിനോടൊക്കെ എനിക്ക് ഒരൊറ്റ അപേക്ഷയുണ്ട്. നിങ്ങളാരും നിങ്ങളുടെ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിയുന്നത്ര വേഗം പോയി ചെയ്യണം. ഒരു 2000 രൂപയുടെ കാര്യമേ ഉള്ളൂ. എത്ര നേരത്തെ ചെയ്യുന്നു അത്രയും നല്ലത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ വെള്ളത്തിൻ്റെ കുറിച്ച്, വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച്. നമ്മൾ വെള്ളം ഒത്തിരി കുടിക്കുന്ന കിഡ്നിക്ക് നല്ലതാണോ? എല്ലാവർക്കുള്ള സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കൂടുതൽ കുടിക്കുന്നതുകൊണ്ട് ആർക്കും കുഴപ്പമില്ല, നമുക്കത് യൂറിൻ ആയിട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ കിഡ്നി അസുഖമുള്ളവർ, കിഡ്നി ഫെയിലിയർ ഉള്ളവർ, അവർ വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കണം. കാരണം വെള്ളം കൂടുതൽ കുടിച്ചാൽ ആ വെള്ളം കെട്ടിക്കിടന്ന് നെഞ്ചിലേക്ക് കയറി അവർക്ക് ശ്വാസം മുട്ടൽ പോലെ വരാം. പിന്നെ യൂറിൻ്റെ അളവ്, എല്ലാവരും വിചാരിക്കുന്നത് ഒത്തിരി യൂറിൻ പോകുന്നത് നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഒത്തിരി അധികം യൂറിൻ പോകുന്നത് അത് ശരിക്കും ഒരു രോഗത്തിൻ്റെ ലക്ഷണമാകാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് കിഡ്നി രോഗം വരാൻ പോകുന്ന ഒരാൾക്ക്, കിഡ്നി ഫെയിലിയറിൻ്റെ തുടക്കത്തിലുള്ള സിംറ്റമിൻ്റെ പേര് തന്നെ നോക്ട്യൂറിയ എന്ന് വെച്ചാൽ രാത്രിയിൽ എണീറ്റിട്ട് പല പ്രാവശ്യം 2, 3, 4 പ്രാവശ്യം വലിയ അളവിൽ യൂറിൻ പോവുക. അതായിരിക്കാം കിഡ്നി രോഗത്തിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണം. ഇടയ്ക്കൊരു യൂറിൻ രാത്രി ഒഴിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നല്ല അളവിൽ 2, 3 പ്രാവശ്യം രാത്രികളിൽ യൂറിൻ പോവുക.
അപ്പോൾ യൂറിൻ അധികം പോകുന്ന പിന്നെ ഇപ്പോൾ ഷുഗറിൻ്റെ ഇത് കൂടുതലുണ്ട് വരാം. പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം മിക്ക ആണുങ്ങൾക്കും കാണാം. പ്രോസ്റ്റേറ്റിൻ്റെ അസുഖമുള്ളവർക്ക് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ, അതിന് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അവിടെ അളവ് ചിലപ്പോൾ നോർമലായിരിക്കാം, പക്ഷേ ആ ഒഴിക്കുന്ന യൂറിൻ 4-5 പ്രാവശ്യമായിട്ട് പോകുന്നു. അത് നമ്മുടെ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മുടെ യൂറിനറി ട്രാക്റ്റായിട്ട്, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ കല്ലും കൊണ്ട് ഒരു ബ്ലോക്ക് വന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ കാരണം ഇൻക്രീസ്ഡ് ഫ്രീക്വൻസി എന്ന് പറയും. യൂറിൻ ഒത്തിരി പോകുന്നത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണെന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. നമുക്ക് കിഡ്നി അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് നിർണ്ണയിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം ദൈവം തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒഴിക്കുന്ന യൂറിൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. യൂറിനിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളും. സാധാരണ ഒരാളുടെ യൂറിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ആളുടെ യൂറിൻ ഒരു സ്ട്രോക്ക് കളേർഡ് യൂറിൻ ആയിരിക്കാം. നമുക്ക് ഡീഹൈഡ്രേഷൻ വരുന്നു, വേർത്ത് കണ്ടമാനം നമ്മൾ ഫ്ലൂയിഡ് നഷ്ടപ്പെടുന്നു. അപ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകും. അപ്പോൾ ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു ടിഞ്ച് പോലെ കാണാം. അതും നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാൽ മാറും. പിന്നെ നമുക്ക് വളരെ ഓബ്വിയസ് ആയിട്ട് കാണാവുന്ന യൂറിനിലെ അബ്നോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ യൂറിനിൽ ഒരു ബ്ലഡിൻ്റെ അംശം കലങ്ങി പോകുമ്പോൾ അതിന് കട്ടൻ കാപ്പി അല്ലെ കൊക്കക്കോളയുടെ നിറത്തിൽ പോകാം. അത് നമ്മുടെ നെഫ്രൈറ്റിസ് അല്ലെ കിഡ്നിക്കൊരു ഇൻഫ്ലമേഷൻ വരുന്ന ഒരു സൈനാണ്. അതേപോലെ ചിലക്ക് യൂറിൻ ഒഴിക്കുമ്പോൾ ഫൗൾ സ്മെല്ല് വരാം. എന്നുവെച്ചാൽ അത് യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്, വളരെ ഫൗൾ സ്മെല്ലായിട്ട് വരുന്നത്. പിന്നെ കളറ് വല്ലാണ്ട് മഞ്ഞച്ചു പോകുന്നത് നമുക്കറിയാം, ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ വേറെ ചില അസുഖങ്ങളുണ്ട്, പാല് പോലെ യൂറിൻ പോകുന്നുണ്ട്, അതിന് നമ്മൾ കൈലൂറിയ എന്ന് പറയും. പിന്നെ വേറെ ചില കണ്ടീഷൻസിലൊക്കെ യൂറിൻ്റെ പല കളറിൽ വ്യത്യാസത്തിലൊക്കെ പോകാം. അപ്പോൾ യൂറിൻ്റെ കളർ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് യൂറിൻ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫ്രോത്തി യൂറിൻ പത പോലെ കിടക്കുന്നു, നമ്മൾ കുറച്ച് സർഫൊക്കെ കലക്കിയ പോലെ പത പോലെ കിടക്കുന്നത്, അത് മിക്കവാറും നമ്മൾ ഫ്ലഷ് അടിച്ചാൽ പോവില്ല. പുറകെ വരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നത്. അത് യൂറിനിൽ പ്രോട്ടീൻ പോകുന്ന ലക്ഷണം കൊണ്ട് വരുന്നതാണ്. അപ്പം പ്രോട്ടീൻ പോകുന്നത് കിഡ്നി രോഗത്തിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ തുടക്കമാകാം. അങ്ങനെയുള്ളവരും കൺസൾട്ട് ചെയ്യണം ഡോക്ടർമാരെ. ഏറ്റവും മിനിമം ഒരു ടെസ്റ്റിൽ നമുക്കൊരാൾക്കൊരു കിഡ്നി രോഗം ഉണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ് യൂറിൻ റുട്ടീൻ ടെസ്റ്റ്. അത് വളരെ സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും ഏത് റിമോട്ട് ഏരിയയിലും വേണം ചെയ്യാം. അപ്പോൾ യൂറിൻ നോക്കിയാൽ നമുക്ക് സാധാരണഗതിയിൽ ആൽബുമിൻ ഇല്ല, ബ്ലഡിൻ്റെ അംശം ഇല്ല, യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല, കല്ലിൻ്റെ അംശമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാം അവർക്ക് കിഡ്നി രോഗങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിൻ ഈ ടെസ്റ്റുடன் ചെയ്താൽ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റും അവരുടെ കിഡ്നി ഹെൽത്തിയാന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടി എടുക്കണം. അൾട്രാസൗണ്ട് സ്കാൻ എടുത്താൽ നമുക്ക് നമ്മുടെ കിഡ്നിയുടെ മുഴുപ്പ് അറിയാൻ പറ്റും. ചിലർ എത്രയോ പേരുണ്ട് അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ജന്മാനം ഒരു കിഡ്നിയെ കാണുള്ളൂ, ചിലപ്പോൾ കിഡ്നി ഇരിക്കുന്ന പൊസിഷനിൽ വ്യത്യാസം വരാം, അല്ലെ കിഡ്നി രണ്ടും അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാം, അതിന് ഹോസ്റ്റോ കിഡ്നി എന്ന് പറയും. അല്ലെ കിഡ്നിക്ക് ജന്മാന ബ്ലോക്ക് വരാം, അതിന് PUJ പെൽവി യൂറിറ്റിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒരു കിഡ്നി മതി. അതുകൊണ്ട് മറ്റേ കിഡ്നി ജന്മാന ചെറുതാണെങ്കിലും ജന്മാന ബ്ലോക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ കിഡ്നിക്കകത്തൊരു ചെറിയ ക്യാൻസർ ഗ്രോത്ത് ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ സിംറ്റംസ് വേണമെന്നില്ല. തുടക്കത്തിൽ ഇതൊന്നും കാണണമെന്നില്ല. വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ഈ സിംറ്റംസ് വരുള്ളൂ. യൂറിനിൽ ഇതുപോലെ ബ്ലഡൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് വെയിറ്റ് കുറയുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ കിഡ്നിക്കകത്ത് ഗൗരവമായിട്ട് ചില രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ടെസ്റ്റിൻ്റെ കൂടെ ഒരു അൾട്രാസൗണ്ടും ചെയ്താൽ ഏകദേശം നമുക്ക് 100% ഉറപ്പിക്കാം അവർക്ക് കിഡ്നി രോഗമില്ല എന്ന്. പിന്നെ ഒരു അസുഖം ഇല്ലാത്തവർ പോലും എല്ലാ 5 വർഷം കൂടുമ്പോൾ അവർ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പക്ഷെ പ്രമേഹമുള്ളവർ, പ്രഷറുള്ളവർ അവരെല്ലാ 6 മാസം അല്ലെ എല്ലാ വർഷവും അവരെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.